സുബ്ഹാനല്ലാഹ് വൽ ബഗ്ലാ. ദേഷ്യവും വിട്ട് തരാനാണ്. നല്ലത് പറയുന്നവരിലേക്ക് ദേഷ്യമാണ്. നല്ല സദസ്സിലേക്ക് വരുന്നത് ദേഷ്യമാണ്. പള്ളിയിലേക്ക് വരുന്നത് ദേഷ്യമാണ്. അതേ ദുആ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ദേഷ്യമാണ്. ദിക്ർ ചൊല്ലുന്നത് ദേഷ്യമാണ്. ഉസ്താദ് അല്ലെങ്കിൽ തങ്ങളൊരൽപ്പം ദുആ നീട്ടിപ്പോയാൽ ദേഷ്യമാണ്. അതേ സമയത്ത് അങ്ങാടികളിലും കവലകളിലും മണിക്കൂറുകളോളം നിന്നിട്ട് സ്വറ പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അതേ പരസ്പരം ശത്രുതയിട്ട് തരുന്നു. എന്തിന്? നിന്റെ മനസ്സിലേക്ക് ബാപ്പയോട് ശത്രുത, ഉമ്മയോട് ശത്രുത, ഭാര്യയോട് ശത്രുത, ചേട്ടനോട് ശത്രുത, അനുജനോട് ശത്രുത, അയൽവാസിയോട് ശത്രുത, അതേ പെങ്ങളോട് ശത്രുത, അതേ ഉസ്താദുമാരോട് ശത്രുത, സാദാത്തുക്കളോട് ശത്രുത, ആലിമീങ്ങളോട് ശത്രുത. സുബ്ഹാനല്ലാഹ്. എന്നിട്ടതാ പിശാചി പറയുന്നത് എന്താണ്? നീ നന്നാകരുത്, ഒരു കാലവും നീ നന്നായി പോകരുത്, നീ നല്ല മനസ്സിന്റെ ഉടമയാകരുത്. നന്നായാലോ ഇവന്റെ പാർട്ടിയിൽ ആളുണ്ടാകൂല, നന്നായാലോ ഇവന്റെ കൂട്ടത്തിൽ ആളുണ്ടാകൂല. അതിന് പരസ്പരം ശത്രുത ഇട്ട് തരുന്നു. എന്തിനാണ് ശത്രുത? നന്നാവാതിരിക്കാനാണ് ശത്രുത. എന്നിട്ടതാ വയസുദ്ധക്കും എന്തിക്കില്ല, നിന്നെ അതാ തടഞ്ഞു നിർത്തുന്നു, നിന്നെ തിരിച്ചു കളയുന്നു. എന്തിനാ തിരിച്ചു കളയുന്നത്? സുബ്ഹാനല്ലാഹ്. എന്തിക്കില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ എന്തിനാണ് പള്ളി പോണേ? അല്ലേ? തറാവീഹ് സംസ്കരിച്ചിട്ട് എന്നും പറഞ്ഞിട്ട് അല്ലേ? അല്ലാഹു തആലാന്റെ ദിക്റിനെ തൊട്ട് അവനെ തടുത്തു വെക്കുന്നു, തിരിച്ചു കളയുന്നു. ഒരു ബദർ മൗലൂദിന്റെ മജ്ലിസ്, ഒരു സലാത്തിന്റെ മജ്ലിസ്, ഒരു ദിക്റിന്റെ മജ്ലിസ് ഉണ്ടെങ്കിൽ അവിടേക്ക് അതാ അവനെ തടുത്തു നിർത്തുകയാണ്. നിങ്ങൾ നോക്ക്, തറാവീഹ്, വിത്ർ, ഹദ്ദാദ്. പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഹദ്ദാദുണ്ടാവും. ആരാ ഹദ്ദാദ് ചൊല്ലുന്നത്? കുറച്ച് വയസ്സായ ആളുകളും 2-3 മുതല്ലിമീങ്ങളും ഉസ്താദുമാരും ഉണ്ടാവും. നമ്മളാ പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കുക അല്ലേ? ഈ ഹദ്ദാദ് റാത്തീബ് അൽഹംദുലില്ലാഹ് എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാണ് അല്ലേ? പണ്ടുള്ള ആളുകൾ ചെയ്തു വെച്ച സംഗതികളാണ്. ആ ഹദ്ദാദ് റാത്തീബിൽ നിന്ന് നമ്മളെ പിശാചി തെറ്റിക്കുന്നു. നിങ്ങൾ നോക്ക്, എല്ലാ പള്ളികളിലും തറാവീഹ് നടക്കുമ്പോ, എല്ലാ പള്ളികളിലും മുഅ്മിനീങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ, എല്ലാ പള്ളികളിലും മുഅ്മിനീങ്ങൾ റുകൂഇൽ വീഴുമ്പോ മനസ്സുപൊട്ടി റബ്ബിനോട് മഗ്ഫിറത്ത് ചോദിക്കുമ്പോ, മനസ്സുപൊട്ടി റബ്ബിനോട് റഹ്മത്ത് ചോദിക്കുമ്പോ ഇവൻ റമളാൻ ഉത്സവം എന്ന പേരിൽ സദസ്സ് സംഘടിപ്പിച്ചിട്ട് പള്ളിയിൽ വരുന്നവരെ മുഴുവനും അങ്ങോട്ട് വിളിച്ചിട്ട് ആർമാദിപ്പിക്കുകയാണ്, ആഘോഷിപ്പിക്കുകയാണ്. ആത്മീയതയിൽ മുങ്ങിക്കുളിക്കേണ്ട റമളാൻ അതേ ആഭാസത്തിലേക്ക് നയിക്കുകയാണ്. അതല്ലേ റസൂലുള്ളാഹി ഖുർആൻ പറഞ്ഞത്? വയസുദ്ധക്കും എന്തിക്കില്ല, പള്ളിയിലേക്ക് പോകണ്ട. നല്ല മഹതികളായ സഹോദരിമാർ, സഹധർമ്മിണികളായ നല്ല നല്ല മഹിളാ രത്നങ്ങൾ സുബ്ഹാനല്ലാഹ്, അവര് നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് അവരതാ പള്ളി വീട്ടിൽ വെച്ചിട്ട് ഭർത്താക്കന്മാരെയും മക്കളെയും ഒക്കെ പള്ളിയിലേക്ക് പറഞ്ഞു വെച്ചിട്ട് അവര് വീട്ടിൽ വെച്ച് തറാവീഹും ഹദ്ദാദും ദിക്റും സലാത്തും ചൊല്ലുമ്പോ ഒരു കൂട്ടം പെണ്ണുങ്ങളതാ ആർമാദിക്കാൻ വേണ്ടി അതാ പലതും കഴിക്കാൻ വേണ്ടി മുളക് പുരട്ടിയത്, മുളക് പുരട്ടാത്തത്, പലതും അതാ ചെത്തിവെച്ച സാധനങ്ങളിൽ പലതും മായം കലർത്തി തേച്ച് വെച്ച സാധനങ്ങൾ, ആ സാധനങ്ങൾ തിന്നാൻ വേണ്ടിട്ട് പോവുകയാണ്. അവർക്ക് തറാവീഹില്ല, അവർക്ക് ഹദ്ദാദില്ല, അവർക്ക് ഖുർആനോദില്ല, അവർക്ക് നിസ്കാരമില്ല, അവർക്ക് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ
തുഹിബ്ബുൽ അഫ്വ അന്നി എന്ന ദിക്റില്ല. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ടോ ഖുർആൻ പറയാണ് നിസ്കാരത്തിനെ തൊട്ടവർ തിരിച്ചു കളയുന്നു. നിസ്കാരത്തിനെ തൊട്ടവരെ തിരിച്ചു കളയുന്നു. ആര്? പിശാച്, ശൈത്താൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, ഇന്നത്തെ അവസ്ഥ എന്താണ്? നാം കേൾക്കുന്ന വാർത്തകൾ മുഴുവനും എന്താണ്? അച്ഛനെ വെട്ടിക്കൊന്നു, അമ്മയെ വെട്ടിക്കൊന്നു, വാപ്പയെ വെട്ടിക്കൊന്നു, ഭാര്യയെ വെട്ടിക്കൊന്നു, അല്ലേ? ഇതല്ലേ കേൾക്കുന്നത്? എന്നിട്ട് ചാനലുകളിൽ വന്നിട്ട് ചർച്ച നടത്തുകയാണ്. എന്തിനീ ചർച്ച? ഈ ചർച്ചകൾക്കൊക്കെ പരിഹാരം എന്താകുന്നു? മനുഷ്യൻ നന്നാകലാണ്. എന്തിനാ മനുഷ്യൻ നന്നാകുന്നത്? ഇന്നിപ്പോ നിങ്ങൾ നോക്ക്, കള്ളൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയി. കള്ളൊന്നുമില്ല, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ. കള്ള പണ്ടൊക്കെ കള്ള് കുടിച്ചിട്ട് ആടിപ്പാടി എവിടെയെങ്കിലും വീണ് കിടക്കലായിരുന്നു. ഇപ്പൊ അത് കള്ളില്ല. എന്താണ് ഇപ്പൊ മയക്കുമരുന്ന്, സിൻഡിക്കേറ്റ് ലഹരി. എന്താ സിൻഡിക്കേറ്റ് ലഹരി എന്ന് പറഞ്ഞാൽ? MDMA, ഹശീഷ് ഓയിൽ പോലുള്ള സാധനങ്ങൾ, കഞ്ചാവ്, അതുപോലെ തന്നെ പൊടികള്, അല്ലെ? മിഠായിൽ പൊടി, നാം വാങ്ങുന്ന വാട്ടർ വെള്ളത്തിൽ, ബോട്ടിൽ വെള്ളത്തിൽ ലഹരി ഉണ്ടെന്ന് പറയുന്നു. അല്ലേ? നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്. ഇവരുടെ പരിപാടി എന്താണ്? ആൾക്കൂട്ടത്തിലേക്ക് ഒരു വരില്ല, ഒറ്റക്കിരിക്കുക, അല്ലേ? ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. എപ്പോഴും ഇരുട്ടാണ് ഇഷ്ടം, വെളിച്ചം ഇഷ്ടമില്ല. ഇരുട്ടാണ് ഇഷ്ടം. ആരോ എല്ലാവരും ബാപ്പയോട് ദേഷ്യം, ഉമ്മയോട് ദേഷ്യം, സ്വന്തം പെങ്ങളോട് ദേഷ്യം, ആങ്ങളയോട് ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. ഭർത്താവിനോട് ദേഷ്യം, ഭർത്താവിന് ഭാര്യയോട്, മക്കളോട് ദേഷ്യം. ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതാ നിങ്ങളുടെ ഇരയ്ക്ക് ദേഷ്യത്തെ ഇട്ട് തരികയാണ്, പരസ്പരം കോപത്തെ ഇട്ട് തരികയാണ്. പണ്ടൊക്കെ കള്ള് കുടിച്ചാൽ മണമുണ്ടായിരുന്നു, അവൻ കള്ള് കുടിയനാണെന്നറിയുമായിരുന്നു. ഇന്നെന്താണ് അവസ്ഥ? കള്ള് കുടിച്ചവൻ ഒരു മാന്യത ഉണ്ടായിരുന്നു. ഞാൻ കള്ള് കുടിച്ചാണ്, മറ്റുള്ളവരെ മുമ്പിലേക്ക് പോകാൻ പറ്റൂല, എന്നെ വാസനിക്കും, കള്ളുകുടിയൻ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. ഇന്ന് വാസനയില്ല, സ്മെല്ലില്ല, ഒന്നുമില്ല. ഇവര് കഴിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് വാസനകളില്ല. വാസന ഇല്ലാതിരിക്കാൻ വേണ്ടിയില്ല അത്തരം സാധനങ്ങൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ നോക്ക്, അടയാളമില്ല, മണമില്ല. മക്കളൊക്കെ ആരായുമായി കൊട്ടേഷൻ സംഘത്തിന്റെ തലവന്മാരായി മാറി. നാട്ടിലെ കൊട്ടേഷൻ സംഘത്തിന്റെ തലവന്മാരും വലിയ വലിയ റൗഡികളുടെ നേതാക്കന്മാരുമായി മാറി. ആരാ മാറിയത്? സുബ്ഹാനല്ലാഹ്. എന്റെയും നിങ്ങളുടെയും മക്കളാണ്, നമ്മളുടെ യുവാക്കളാണ്. നാളെ മഹല്ലത്തിന്റെ കമ്മിറ്റിയിൽ വരേണ്ടവർ, നാളെ മദ്രസ കമ്മിറ്റിയിൽ വരേണ്ടവർ, നാളെ നേതാക്കളാകേണ്ടവർ, നാളെ ഉമറാക്കളാകേണ്ടവർ, നാളെ നല്ലവരാകേണ്ടവർ, നാളെ നല്ല പള്ളിയിലെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടവർ, നാട്ടിലെ ദീനീ ദഅവത്തിൽ മുന്നോട്ട് വരേണ്ടവർ. അല്ലാഹ് ഇവരെ വഴിതെറ്റി പോവുകയാണ്. അവസാനം വിഷാദത്തിലേക്ക് മടങ്ങുന്നു. അല്ലേ? ആദ്യം ഒരു 100 രൂപന്റെ സാധനം, പിന്നെ 500, പിന്നെ 1000, പിന്നെ 10000, പിന്നെ 25000. ആദ്യം ഇവന്റെ കയ്യിലുള്ളത് കൊണ്ട് വാങ്ങും, പിന്നെ കടം വാങ്ങിയിട്ട് വാങ്ങും, പിന്നെ ഭാര്യയുടെ താലിയും മാലിയും ഒക്കെ വിറ്റിട്ട് വാങ്ങും, പിന്നെയോ കട്ടെടുത്തിട്ട് വാങ്ങും. അതൊക്കെ കിട്ടാതായി വരുമ്പോഴാണ് ഉമ്മനോട് പറയുന്നു, വാപ്പനോട് പറയുന്നു, എനിക്കൊരു 25000 വേണം, 50000 വേണം. എന്തിനാണ്? എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നു. കിട്ടിയില്ലെങ്കിൽ വാപ്പനെ അടിച്ചു കൊല്ലുകയാണ്, ഉമ്മയെ അടിച്ചു കൊല്ലുകയാണ്, അതെ ആങ്ങളെ അടിച്ചു കൊല്ലുകയാണ്, അതെ സ്വന്തം പെങ്ങളെ അടിച്ചു കൊല്ലുകയാണ്, സ്വന്തം പ്രേമിക്കുന്ന കാമുകിയെ അടിച്ച് ചുറ്റിയ കൊണ്ട് നിരം പരിശാക്കി മാറ്റുകയാണ്. ഇതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? അതാ ഖുർആൻ പറഞ്ഞത്, പിശാച് എന്ന് പറഞ്ഞാൽ ആരാണ്? പിശാചിന്റെ പണി എന്താണ്? പള്ളിയിൽ നിന്നവനെ തിരിച്ചിട്ട്, നല്ലതിൽ നിന്നവനെ തിരിച്ചിട്ട് കഞ്ചാവിലേക്ക് ക്ഷണിക്കലാണ്, മയക്കുമരുന്നിലേക്ക്
വസ്തുവിലേക്ക് ക്ഷണിക്കലാണ്, MDMയിലേക്ക് ക്ഷണിക്കലാണ്, ലഹരി വസ്തുക്കളിലേക്ക് ക്ഷണിക്കലാണ്, തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കലാണ്. അതേ നല്ലതിൽ നിന്നവനെ മാറ്റി നിർത്തലാണ്. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ 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 ചിന്തിക്കണേ. അതേ റസൂലുള്ള പറഞ്ഞതെന്താണ്? എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളുടെയും, എല്ലാ കൊലപാതകങ്ങളുടെയും, എല്ലാ അക്രമങ്ങളുടെയും, എല്ലാ തോന്നിവാസ പ്രവർത്തനങ്ങളുടെയും, എല്ലാ വേണ്ടാത്തരങ്ങളുടെയും, എല്ലാ മോശമായ കൂട്ടുകെട്ടിന്റെയും അതേ താക്കോല് ആരാണ്? അതാരാണെന്നറിയുമോ? മിഫ്താഹു കുല്ലി ശർരിൻ ഫഇന്നഹാ. അതേ ഇജ്തനിബുൽ ഖംറ. കള്ളിനെ നിങ്ങൾ വെടിയണം. അതേ മയക്കുമരുന്നിനെ നിങ്ങൾ വെടിയണം. ലഹരിയെ നിങ്ങൾ വെടിയണം. അത് എന്താണെന്നറിയുമോ? മിഫ്താഹു കുല്ലി ശർരിൻ. എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളുടെയും താക്കോലാണ്. അതേ ഒരാളെ കൊല്ലണമെങ്കിൽ സ്വയം ബോധത്തോടുകൂടി കൊല്ലാൻ കഴിയില്ല. ഒരാളെ ആക്രമിക്കണമെങ്കിൽ സ്വയം ബോധമുണ്ടെങ്കിൽ ആക്രമിക്കാൻ കഴിയില്ല. സ്വന്തം വാപ്പാനെ തല്ലാൻ, സ്വന്തം ഉമ്മാന്റെ കഴുത്തിലേക്ക് കടാര വെക്കാൻ, സ്വന്തം ഭാര്യയെ നിഷ്ഠൂരമായി, നിഷ്ക്രിയമായി, നീചമായി, നികൃഷ്ടമായി കൊലപ്പെടുത്താൻ തോന്നണമെങ്കിൽ എന്ത് വേണമെന്നറിയുമോ? മയക്കുമരുന്ന് ഉള്ളിലേക്ക് ചെല്ലണം. മയക്കുമരുന്ന് ഉള്ളിലേക്ക് ചെല്ലാതെ ഒരു തെറ്റായ പ്രവർത്തനവും ചെയ്യാൻ കഴിയില്ലെന്ന് ആരാ പറയുന്നത്? ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. തെറ്റുകൾ ചെയ്തിട്ട് മദ്രസയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് മദ്രസയിൽ പഠിച്ചത് കൊണ്ടാണ്. മദ്രസയിൽ പോയവരൊക്കെ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. വിവരദോഷം കൊണ്ട്, മദ്രസയെ പറ്റി പഠിക്കാത്തത് കൊണ്ട്, അതേ മദ്രസ വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാത്തത് കൊണ്ട് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. മദ്രസയില് അതേ പഠിപ്പിക്കുന്നത് എന്താണ്? അതാ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ചെറിയ കുഞ്ഞു മനസ്സുകൾക്ക് കുത്തിവെക്കുന്നത് എന്താണെന്നറിയുമോ? അതേ കള്ള് എന്ന് പറയുന്ന, അതേ ഉമ്മുൽ ഖബായിസ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ, ചാപ്റ്റർ തന്നെ മദ്രസ പാഠപുസ്തകത്തിലുണ്ട്. അതിൽ കള്ളിനെ പറ്റി പറയുന്നുണ്ട്, ലഹരി വസ്തുക്കളെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ പഠിപ്പിക്കുന്നു, അൽ ഖംറു. കള്ളെന്ന് പറഞ്ഞാൽ, കള്ളെന്ന് പറഞ്ഞാൽ, മയക്കമരുന്നെന്ന് പറഞ്ഞാൽ, ലഹരി എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖബായിസ്. ഉമ്മുൽ ഖബായിസ് എല്ലാ നീച പ്രവർത്തനങ്ങളുടെയും ഉമ്മയാണ്. എല്ലാ നീച പ്രവർത്തനങ്ങളുടെയും മാതാവാണ്. അതുകൊണ്ട് മക്കളെ, മൻസരിബൽ ഖംറ. ഒരാള് കള്ള് കുടിച്ചാൽ, ഒരാള് കഞ്ചാവടിച്ചാൽ, ഒരാള് ബ്രൗൺ ഷുഗർ അടിച്ചാൽ, ഒരാള് അതാ ഹശീഷ് അടിച്ചാൽ, ഒരാള് അതാ ഹശീഷ് ഓയിൽ തേച്ചാൽ, അടിച്ചാൽ, വാസനിപ്പിച്ചാൽ, സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ പറയുന്നു, യൻസിഉ മിൻഹുൽ ഈമാൻ, യൻസിഉ മിൻഹുൽ ഈമാൻ, യൻസിഉ മിൻഹുൽ ഈമാൻ. അവന്റെ ശരീരത്തിൽ നിന്ന്, അവന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ നിന്ന് ഈമാനിനെ വലിച്ചൂരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈമാനുള്ളവൻ കള്ള് കുടിക്കില്ല, ഈമാനുള്ളവൻ കഞ്ചാവടിക്കില്ല, ഈമാനിന്റെ ഒരു അണുമണി തൂക്കമുള്ളവൻ ബ്രൗൺ ഷുഗർ അടിക്കില്ല. ഈമാനുള്ളവൻ അതാ ഒരു കരിഞ്ചി, ഒരു കടുകുമണി തൂക്കം ഈമാൻ ഒരു മോമിനായ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ, അവൻ അതാ MDM അടിക്കില്ല. ഈമാനുള്ളവൻ കള്ള് കുടിക്കുന്നവനുമായി കൂട്ടുകൂടില്ല. ഈമാനുള്ളവൻ കള്ള് കുടിയനുമായി ബന്ധപ്പെടില്ല. ഈമാനുള്ളവൻ അതാ അതേ MDMുമായി ബന്ധപ്പെടുന്നവനുമായി ബന്ധപ്പെടില്ല. അവന്റെ കച്ചവടത്തിൽ ഷെയർ കൂടില്ല. ഓ ഉമ്മ, ഓ പെങ്ങളെ, ഓ മോമി
മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് പറയാനുള്ളത് മനസ്സിലാക്കണോ, ഈ പരിശുദ്ധമായ റമദാനിൽ പോലും ഈ ഉമ്മത്തിന്റെ ആളുകളെ പിടിക്കപ്പെടുമ്പോ വേദനയുണ്ട്, വിഷമമുണ്ട്, പ്രയാസമുണ്ട്. അല്ലാഹ് നിയമപാലകരെ പിടിക്കാൻ ചെല്ലുമ്പോ അവർക്ക് നേരെ വാളോങ്ങുകയാണ്, അവന്റെ കയ്യിലുള്ള വാള് വീശിട്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണ്. സ്വഭാവമുണ്ടോ? ഒരിക്കലും ചെയ്യില്ലല്ലോ. അതല്ലേ ഖുർആൻ പറഞ്ഞത്? അതേ ശത്രുതയിട്ട് തരും, അതേ അവനെ പള്ളിയിൽ നിന്ന് അകറ്റി നിർത്തും, അവനെ അതാ പള്ളിയുമായി ബന്ധപ്പെടാൻ കഴിയില്ല. കാരണം ദിക്റിന് വന്നാലല്ലേ നന്നാകുക, ബദർ മൗലൂദിന്റെ മജ്ലിസിലേക്ക് വന്നാലല്ലേ നന്നായി പോവുക. പോണ്ട, അത് പോണ്ടടാ, അല്ലേ? അത് പോണ്ട. സലാത്തിന്റെ മജ്ലിസിലേക്ക് പോണ്ട, ദിക്റിന്റെ മജ്ലിസിലേക്ക് പോണ്ട. ആരാ പറയുന്നത്? അല്ലാഹ് പിശാച് പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ടൊന്നും പോണ്ട. അങ്ങോട്ടാ പോണ്ടത്? ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. എന്താ ഖുർആൻ പറഞ്ഞത്? യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. നല്ലപോലെ ശ്രദ്ധിക്കണം, ഖുർആനാ പറയുന്നത്. യഅ്മുറു കൽപ്പിക്കും ബിൽ ഫഹ്ശാഇ, മോശമായ പ്രവർത്തനം കൊണ്ട്. അത് വ്യഭിചാരമാകാം, അല്ലേ? ഒരു പെണ്ണിന്റെ വയ്യൊക്കെ ഇങ്ങനെ നടക്കുക, പിശാച് പറയാണ് നടന്നോ, കള്ള് കുടിച്ചോ, അല്ലേ? തെറ്റായ പ്രവർത്തനം ചെയ്തോ, ഗീബത്ത് പറഞ്ഞോ, ഫിത്ന പറഞ്ഞോ, ഫസാദ് പറഞ്ഞോ, നമീമത്ത് പറഞ്ഞോ, കട്ടോ, കളവ് പറഞ്ഞോ, ഒരു പ്രശ്നമില്ല. ഇതിന്റെ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുപോകും. അതാണ് മുഅ്മിനീങ്ങളോട് പറയുന്നത്, ശൈത്താനിന്റെ ചര്യകളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. മുഅ്മിനീങ്ങളോട് ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്,